പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ബിജെപിയുടെ റാലിയിൽ പങ്കെടുക്കാൻ ആളുകൾക്ക് പണം നൽകിയെന്ന ആരോപണം. ബുർക്ക ധരിച്ചാണ് സ്ത്രീകളെ യുപിയിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത്. പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് സിയാസത്ത് ഡെയിലി ആണ് വാർത്ത പുറത്തുവിട്ടത്. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. मोदी जी को देखने के लिए आए। तो आपके पास कौन है, लीडर कौन है वहाँ पे? കഴിഞ്ഞ ദിവസം സെക്കന്ദരാബാദിലെ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനത്തിനിടെയാണ് സംഭവം. ഹൈദരാബാദിലെ നാംചാര മേഖലയിൽ താമസിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു സംഘത്തെയാണ് റാലിയിൽ പണം നൽകി എത്തിച്ചിരിക്കുന്നതാണ് റിപ്പോർട്ടുകൾ. പ്രാദേശിക ചാനലായ ഷമാ ന്യൂസ് പുറത്തുവിട്ട വീഡിയോയിലാണ് സ്ത്രീകളും ഒപ്പമുള്ളവരും പണം ലഭിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തിയത്. റാലിയിൽ പങ്കെടുത്ത ബുർക്ക ധരിച്ച സ്ത്രീകൾ ഉൾപ്പെടുന്ന 20 അംഗ സംഘത്തോട് സംസാരിക്കുകയാണ് പണം ലഭിച്ചെന്ന കാര്യം പുറത്തു വന്നത്. अरे कितना दिया? 500। सही बोलो यार रोशन, सही बोलो। 300 में इतनी दूर आना है रोशन, इतने लोग इतना मेहनत। സംഘത്തലവനായ റോഷനാണ് പണം ലഭിച്ച വിവരം റിപ്പോർട്ടറോട് വെളിപ്പെടുത്തിയത്. റാലിയിൽ പങ്കെടുക്കാൻ ഒരാൾക്ക് 300 രൂപ വീതമാണ് ലഭിച്ചതെന്ന് ഇയാൾ വെളിപ്പെടുത്തി. ലഭിച്ച തുക കുറവാണെന്ന ചോദ്യത്തിന് അവർ വരാൻ പറഞ്ഞു, ഞങ്ങൾ വന്നു. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ബിജെപി പതാകകളും ഓറഞ്ച് ഷാളുകൾ ധരിച്ചെത്തിയ ഇവർക്കിടയിൽ 300 രൂപ, 500 രൂപ എന്നിങ്ങനെ വ്യത്യസ്ത തുകകളെ കുറിച്ച് സംസാരിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വീഡിയോ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അതേസമയം റാലി അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയുടെ വികസനത്തിന് കേന്ദ്രം വലിയ പ്രാധാന്യം നൽകുന്നതായി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ദരിദ്രരുടെയും കർഷകരുടെയും ക്ഷേമത്തിനായി കേന്ദ്രം കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുമെന്നും റെയിൽവേ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് വൻതുക അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യയുടെയും സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെയും ഗുണഫലങ്ങൾ തെലങ്കാനയിലെ യുവാക്കളിലേക്ക് എത്തുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബംഗാളിലെ ബിജെപിയുടെ വിജയവും പ്രസംഗത്തിൽ മോദി സൂചിപ്പിച്ചു. വൻ ഭൂരിപക്ഷത്തിനാണ് ബിജെപി ബംഗാളിൽ ഭരണത്തിലേറിയത്. സമാനമായ പിന്തുണ തെലങ്കാനയിൽ നിന്നും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കോൺഗ്രസ് കുടുംബാധിപത്യവും അഴിമതിയും നിറഞ്ഞ കോൺഗ്രസ് ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം ദുർബലപ്പെടുത്തി ഇതേ രീതിയിലാണ് തൃണമൂൽ പ്രവർത്തിച്ചിരുന്നത്. ഇതോടൊപ്പം ബംഗാളിൽ ഏകാധിപത്യ ഭരണമായിരുന്നു തൃണമൂൽ നടത്തിയെന്നും മോദി വിമർശിച്ചു.